हेलो बच्चों, हाय हाय नमस्ते, कैसे हैं आप सब? बहुत बढ़िया। आज हम देखने वाला है നിങ്ങളുടെ പ്ലസ് 2 ലെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്टर ആയിട്ടുള്ള मुर्की और बुलाकी വളരെ क्विक ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്। एक वन शॉट की तरह 120 सेकंड के अंदर का मतलब होता है एक वन शॉट की तरह हम इसको पूरी तरह समझने वाला है। मुर्की और बुलाकी, മുർക്കി അല്ലെങ്കിൽ എന്നാ വിളിപ്പേര്, മുർക്കി അല്ലെങ്കിൽ മറ്റൊരു വിളിപ്പേരാണ് ബുലാക്കി, കമ്മൽ അല്ലെങ്കിൽ മൂക്കുത്തി എന്നൊരു വിളിപ്പേരാണ് ഒരു പെൺകുട്ടിയുടെ। सो ये कहानी अमृता प्रीतम ने लिखा है, तो फटाफट इसकी जो लेखिका कौन है पूछ लिया तो कौन है अमृता प्रीतम ആണ്। सो ये कहानी വളരെ क्विक ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്। ठीक है बच्चों, अपना किताब और कलम अपने सामने रख लीजिएगा, तो फटाफट इस कहानी को समझ लेते हैं। मुर्की और बुलाकी अमृता प्रीतम की एक संवेदनशील कहानी है जिसे कुमार की माँ राजवंती सुनाती है। രാജവന്തി, കുമാർ എന്ന കുട്ടിയുടെ അമ്മയായിട്ട് രാജവന്തി എന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു കഹാനി ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? കുമാറിന് പറഞ്ഞു കൊടുക്കുന്നത്। മുർക്കി ജിസ്ക അസ്ലി നാം കഹാനി മേ നഹി ബതായാ ഗയാ ഹൈ। ഈ ഒരു കഹാനിയിൽ എന്താണ് മുർക്കി എന്ന് പറയുന്നത് ഒരു വിളിപ്പേര് പോലെയാണ്। രാജവന്തി വിളിക്കുന്ന പേരാണ് മുർക്കി അല്ലെങ്കിൽ ബുലാക്കി, കാതിൽ അല്ലെങ്കിൽ കമ്മൽ അല്ലെങ്കിൽ മൂക്കുത്തി എന്ന് പറയുന്ന രാജവന്തി വിളിക്കുന്ന പേരാണ്। പക്ഷെ ശരിയായ ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഈ കഹാനിയിൽ എവിടെയും പറയുന്നില്ല। 12 साल की उम्र में अपनी माँ की मृत्यु के बाद രാജവന്തി के घर काम करने आती है। എന്താണ് അവളുടെ 12 വയസ്സുള്ളപ്പോൾ എന്താണ് അവൾ രാജവന്തിയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുവാണ്। അവളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അവളുടെ ചാച്ച അമ്മാവിന്റെ വീട്ടിലാണ് ഈ ഒരു കുട്ടി 12 വയസ്സായപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നത്। സോ ഈ നമ്മുടെ മുർക്കിയുടെ അച്ഛൻ രാജവന്തി ആയിട്ടുള്ള ഇവരുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്। കുമാറിന്റെ അമ്മയാണ് രാജവന്തി, ആ ഒരു ചെറിയ ചെക്കൻ, ആ ഒരു കുട്ടി ക്യാരക്ടറിന്റെ അമ്മയാണ് രാജവന്തി എന്ന് പറയുന്നത്। സോ ആ വീട്ടിൽ എന്താണ് വേലക്കാരനായിരുന്നു ആ ഒരു മുർക്കിയുടെ അച്ഛൻ എന്ന് പറയുന്നത്। സോ അച്ഛൻ പറയാണ് കുമാർ ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ ഇവിടെ എന്താണ് ജോലിക്കൊക്കെ നോക്കാൻ വേണ്ടി, കുട്ടിയെ നോക്കാനൊക്കെ ഇവിടെ ഇവിടത്തേക്ക് കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്। സോ 12 വയസ്സുള്ളപ്പോഴാണ് ആരെ കൊണ്ടുവരുന്നത്? നമ്മുടെ മുർക്കിയെ രാജവന്തിയുടെ വീട്ടിലേക്ക് ജോലിക്കായിട്ട് അവളുടെ അച്ഛൻ കൊണ്ടുവരുന്നത്। രാജവന്തി ഉസേ പ്യാർ സെ മുർക്കി, മുർക്കി എന്ന് പറയുന്നത് എന്താണ്? രാജവന്തി വളരെ സ്നേഹത്തോടെ അവളെ മുർക്കി, ഖാൻ കി ബാലി എന്ന് പറയുന്നത് കമ്മലാണ്, അവർ ബുലാക്കി എന്ന് പറയുന്നത് എന്താണ്? നാക്കിനത്ത്, മൂക്കുത്തിയാണ്, അങ്ങനെയാണ് വിളിക്കുന്നത്। നാം ദേത്തി ഹെ, ആ ഒരു പേര് കൊടുക്കുവാണ്। ജബ് വഹ് ബഡി ഓർ ഖൂബ്സൂരത് ഹോ ജാത്തി ഹെ, അവൾ എന്താണ് 16-17 വയസ്സാകുമ്പോൾ വളരുകയും അതുപോലെ തന്നെ വളരെ സുന്ദരിയായി മാറുകയും ചെയ്യുന്നു। तो उसका पिता पैसे के लिए उसकी शादी एक अंधेड़ नुक्स वाले विदुर से तय कर देता है എന്നാണ് പറയുന്നത്। അവൾ വലുതായപ്പോൾ എന്താണ് അവളുടെ വിവാഹം അച്ഛൻ പൈസക്ക് വേണ്ടിയിട്ട് വളരെ വയസ്സായി രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരാളുമായിട്ട്, ചെറിയ അയാൾക്ക് കണ്ണിന് പ്രശ്നമുള്ള ഒരാൾക്ക് എന്ത് ചെയ്തു? ഇവളുടെ കല്യാണം അയാളുമായിട്ട് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്। അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? ഈ റിശ്തേ ബച്ചനെ കെ ലിയേ, ഈ ഒരു ബന്ധത്തിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ മുർക്കി എന്ത് ചെയ്യുന്നു? एक शहरी केक बनाने वाले लड़के के साथ भाग जाती है। ഒരു പട്ടണത്തിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളുമായിട്ട്, ഹോട്ടലിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളുമായിട്ട് എന്ത് ചെയ്യുന്നു മുർക്കി? അതേ രാത്രി തന്നെ ഒളിച്ചോടി പോവാണെന്നാണ് പറയുന്നത്। വഹ് അപ്നാ സബ് കുച്ച് ബേച്ച്കർ ഉസേ സാത്ത് പർ ബസാത്തി ഹെ, അപ്പോൾ അവൾ എന്താണ് എല്ലാം അവർ രണ്ടുപേരും കൂടെ എല്ലാം കൂടി ചെലവഴിച്ചിരുന്നതാണ്, വീടൊക്കെ പണിയാണ് ചെയ്യുന്നത്, ഒരുമിച്ച് അവർ താമസിക്കുവാണ്। പർ വഹ് ലഡ്ക, പക്ഷെ ആ ഒരു ചെക്കൻ എന്താണ്, ആ ഒരു ലഡ്ക എന്താണ് ഇവളെ പറ്റിക്കുവാണ്। ധോക്കാ ദേക്കർ എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട്, ഗർക്കി ചാബി ചുരാക്കർ, വീട്ടിലെ ചാവി എന്താണ് മോഷ്ടിച്ചുകൊണ്ട്, ഏക് മേലെ മേ സരായ മേ അഖേല ചോട് ദേത്താ ഹെ എന്നാണ് പറയുന്നത്। ഒരു മേളയിൽ എന്താണ് അവളെ ഒറ്റയ്ക്ക് ആക്കി വിടുകയാണ് ചെയ്യുന്നത്। ഓക്കെ, അപ്പോൾ അവൾ എന്തായിരുന്നു, അവൾ ഒറ്റയ്ക്ക് ആ ഒരു മേളക്ക് പോയ സമയത്ത് അവൾ ഒറ്റയ്ക്ക് അവിടെ ഒഴിവാക്കിയിട്ട് പോവുകയാണ്। നിരാശ മുർക്കി രാജവന്തി കെ പാസ് ലോട്ടാത്തി ഹെ, രാജവന്തിയുടെ അവിടെ കഹാനി നിങ്ങൾ വായിക്കുവാണെങ്കിൽ എന്താണ് ഒറ്റപ്പെട്ട പശുക്കിടാവിനെ പോലെയാണ് അവൾ അലഞ്ഞിരുന്ന് വരുന്നത്, ഒരു പശുവിനെ പോലെയൊക്കെ അവളുടെ ആ ഒരു മുഖത്തെ ഭാവത്തെയൊക്കെ ആ ഒരു രാജവന്തി വിശേഷിപ്പിക്കുന്ന കഹാനിയിൽ നിങ്ങൾ കാണാൻ സാധിക്കുവാണ്। അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? ഒറ്റപ്പെട്ട പോയപ്പോൾ എന്താണ് ഒരു വണ്ടിക്കൂലിയൊക്കെ വാങ്ങിയിട്ട്, ആരുടെയോ സഹായത്തോടുകൂടി ഒരു വണ്ടിക്കൂലിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് രാജവന്തിയുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ്। ജോ ഉസേ ദയാലുദാ സേ അപ്നാത്തി ഹെ और एक കോട്ടരി रहने देती है, അപ്പോൾ അവൾ എന്താണ് ആ ഒരു നിഷ്കളങ്കതയിൽ, ആ ഒരു ദയാലു, ഒരു നിസ്സഹായതയിൽ എന്താണ് അവൾക്ക് എന്താണ് വീട്ടിലെ കോട്ടരി, കാരണം അവളുടെ വീട് തന്നെയാണ്, കാരണം ഇവൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്। സോ അവളുടെ വീട്ടിൽ തന്നെ അവൾ തിരിച്ചു വരുവാണ്। സോ എന്താണ് ഒരു കോട്ടരി, ഒരു ചെറിയ മുറി വീട്ടിലേക്ക് പിറകിലുള്ളൊരു ചെറിയ മുറി ഇവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്। റെഡി വെച്ചോ, റെഡി। സാത്ത് ഹി വാദാ കർത്തി ഹെ, അതിന്റെ കൂടെ തന്നെ എന്താണ് വാക്ക് കൂടെ കൊടുക്കുവാണ്। ഉസേ വഹാസെ കബി നഹി നിക്കാലാ ജായേഗ, അവൾ ഒരിക്കലും അവിടെ നിന്നാണ് പുറത്താക്കത്തില്ല। മുർക്കി വഹി റഹത്തി ഹുയി മർ ജാത്തി, അപ്പൊ അവൾ എന്താണ് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ എന്താണ് അവൾ എന്താണ് മരിച്ചു പോവാണ് ചെയ്യുന്നത്। മൃത്യു കെ ബാദ് രാജവന്തി ദേഖ്തി ഹെ കി കോട്ടരി കി ചാബി മുർക്കി കെ നീഫോ മേ ക്യാ ഹെ ഖോസി ഹുയി थी, അപ്പോൾ എന്താണ് മരിച്ചപ്പോഴാണ് രാജവന്തി കാണുകയാണ് അവളുടെ അരക്കെട്ടിൽ തന്നെ എന്താണ് ആ ചാവി, അവൾ സുരക്ഷിതമായിട്ട് ഒരു സമ്മാന സൂചകമായിട്ട് അവൾ കീപ്പ് ചെയ്യുന്ന ഒരു ചാവി അവളുടെ അരക്കെട്ടിൽ തന്നെ എന്താണ് അവിടെ മാംസത്തിന് കൂടെ അവിടെ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്। ജിസ്സെ ഉസ്കി ദേഹ പർ ജഗ് ബനാ ദിയാ താ, അവളുടെ ശരീരത്തിൽ മുറിവ് പോലെ മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ചാവി അവിടെ തന്നെ വെച്ച് കീപ്പ് ചെയ്തിട്ട്। ഈ ചാബി ഉസ്കെ ലിയേ മാത്ര ചാബി നഹി, അവൾക്ക് സംബന്ധിച്ച് ആ ചാവി എന്ന് പറയുന്നത് ഒരിക്കലും വെറും ചാവി മാത്രമല്ല, മറിച്ച് എന്താണ് ബൽക്കി സുരക്ഷ, ആശ്രയ और നാരിത്വ കെ സമ്മാൻ കാ പ്രതീക് थी। ഓക്കെ, കാരണം ഒരു ചാവി ഒഴിവാക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അല്ലെ, എന്നിട്ടും അവളെ വീണ്ടും ഒരു ആശ്രയം കിട്ടിയപ്പോൾ ആരും ബന്ധുക്കളും മിത്രങ്ങളും ഒന്നും ഇല്ലാഞ്ഞിട്ട് സ്വന്തമായിട്ട് വിശ്വസിച്ച ആൾ പോലെ അവളെ ഒഴിവാക്കി പോയപ്പോൾ ഒരു രാജവന്തി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ക്യാരക്ടർ അവളെ സുരക്ഷക്കായിട്ട് കൊടുത്തതായിരുന്നു
ഉണ്ടായിരുന്ന ആ വീട് നിന്റെ പേരിലാണ്, ഒരിക്കലും ആരും നിന്നെ പുറത്താക്കത്തില്ല, കുമാർ എന്ന ക്യാരക്ടർ വലുതായ പോലും നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കത്തില്ല എന്ന് പറഞ്ഞത്. സോ അപ്പോഴെന്താണ് അത് അവളുടെ ഒരു സുരക്ഷയും, അവൾക്കൊരു സുരക്ഷയും അതുപോലെ തന്നെ ആദര സൂചകമായിട്ടാണ് ആ ഒരു ചാവി അവൾ കാണുന്നത്. സോ എങ്ങനെയാണ് സമൂഹത്തിൽ ഇന്നും ഒറ്റപ്പെടുത്തുന്നതുമായിട്ടുള്ള അവഗണിക്കപ്പെടുന്നതുമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കഹാനി തന്നെയാണ്. സോ അവരുടെ ആ ഒരു കണ്ണുനീരോടുകൂടിയാണ് ആ രാജവന്തിയുടെ അവസാനത്തെ വിതുമ്പലും കരച്ചിലൊക്കെ എല്ലാ സമൂഹത്തിലും എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ണുനീരായിട്ടാണ് ഈ കഹാനി അവസാനിപ്പിക്കുന്നത്. സോ ഈ ഒരു കഹാനിയുടെ കോർ നിങ്ങൾ ഡെഫിനറ്റ്ലി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ സ്ത്രീകളുടെ ആ ഒരു പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തേണ്ട കാര്യമൊക്കെയാണ് ഈ ഒരു കഹാനി മുന്നോട്ട് വെക്കുന്നത്. സോ അവരുടെ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെപ്പോഴും ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളുടെ സമൂഹത്തിൽ ആ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം വിശ്വസിച്ച ഒരാളാണ് ചതിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നത്. സോ എപ്പോഴും ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലോയാലിറ്റി എന്നൊരു കാര്യം, നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നൊരു കാര്യവും നമ്മൾ ഈ കഹാനി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നൈതിക ശിക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം ഈ കഹാനിയുടെ അകത്ത് വരുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. तो बच्चों मिलते हैं अगली वीडियो के साथ, तब तक के लिए धन्यवाद. अच्छे से अपने पढ़ाई करो. इसके बीच में क्या है, इसकी जो मलयालम वर्जन, ഇതിന്റെ മലയാളം വേർഷൻ हमारे पास है. ये आपको चाहिए तो जिमन सर ऊपर मेरा इंस्टाग्राम में आप आके നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ട് ജസ്റ്റ് आपको लिखना है മുർക്കി എന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. आपको इसकी पूरी മലയാളം വേർഷൻ, ഇതിന്റെ മലയാളം അതുപോലെ തന്നെ ഹിന്ദി വേർഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലഭിക്കുന്നതാണ്. ബസ് മുർക്കി എന്ന് ഇൻബോക്സിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. तो बच्चों अच्छे से अपना पढ़ाई करो. मिलते हैं अगले वीडियो के साथ, तब तक के लिए धन्यवाद. थैंक यू.